പിന്നീട് സന്യാസി സമൂഹം വളർന്നു വന്നപ്പോൾ പടിയറ പിതാവ് തന്നെ ഇതേക്കുറിച്ച് സരസമായി പറഞ്ഞത് ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. ദൈവം തരുമെന്ന് ഒരു സന്യാസിനി പറയുമ്പോൾ തരില്ല എന്ന് മെത്രാപ്പോലീത്ത എങ്ങനെ പറയുമെന്ന് കരുതി ഞാൻ അങ്ങ് സമ്മതിച്ചു പോയി. സിസ്റ്റർ ലിറ്റി ഇറ്റലിയില് മെഡിസിൻ പഠിച്ച നല്ലൊരു പ്രൊഫഷണൽ ഡോക്ടറാണ്. സിസ്റ്റർ ലിറ്റിയുടെ ജീവിതം ഈ പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെടുത്തി ഞാനൊന്ന് പറയട്ടെ. എ കറേജിയസ് സെൽഫ്ലെസ് മെഡിക്കൽ പ്രാക്ടീഷണർ who fostered the culture of life. A courageous, selfless medical practitioner who fostered the culture of life. 2015 ഓഗസ്റ്റ് 2 ഞാൻ ഈ കുന്നന്താനത്ത് ഒരു ദിവസം ചെലവഴിക്കുകയുണ്ടായി. അന്നാണ് സിസ്റ്റർ മേരി ലിറ്റിയുടെ 80ാം ജന്മദിനം. യഥാർത്ഥത്തില് എന്നെ കൂടുതൽ അത്ഭുതപ്പെടുത്തുകയായിരുന്നു പ്രൊവിഡൻസ് ഹോമിലെ മക്കളുടെ സ്നേഹവും അവരോട് സിസ്റ്റർ ലിറ്റിയുടെ കരുതലും. പ്രിയമുള്ളവരെ, 81 വർഷം ഇഹലോകവാസം പൂർത്തിയാക്കി നിത്യതയുടെ ഭവനത്തിലേക്ക്, വിശുദ്ധയുടെ ഗണത്തിലേക്ക് യാത്രയായിരിക്കുന്ന സിസ്റ്റർ ലിറ്റി നമ്മോടും ഇങ്ങനെ പറയുന്നില്ലേ? എ ലൈഫ് ലീവ്ഡ് നോട്ട് ഫോർ അതേഴ്സ് ഈസ് നോട്ട് എ ലൈഫ് അറ്റ് ഓൾ. എ ലൈഫ് ലീവ്ഡ് നോട്ട് ഫോർ അതേഴ്സ് ഈസ് നോട്ട് എ ലൈഫ് അറ്റ് ഓൾ. നമുക്കും സിസ്റ്റർ ലിറ്റിയിൽ നിന്ന് പ്രചോദനം സ്വീകരിച്ചിട്ട് തമ്പുരാനിൽ ആശ്രയിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം വ്യയം ചെയ്യാൻ ശ്രമിക്കാം. സിസ്റ്റർ ലിറ്റിക്ക് വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം സിസ്റ്റർ ലിറ്റിയുടെ മാധ്യസ്ഥ്യം നമുക്കും നമ്മുടെ സമൂഹങ്ങൾക്കും കുടുംബങ്ങൾക്കും ലഭിക്കട്ടെ. വിശുദ്ധ അൽഫോൻസാമ്മയുടെയും വിശുദ്ധ ചാവറച്ചന്റെയും വിശുദ്ധ എവുപ്രാസ്യമ്മയുടെയും മദർ തെരേസായുടെയും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചന്റെയും വാഴ്ത്തപ്പെട്ട മറിയം ത്രേസ്യായുടെയും മറ്റു വിശുദ്ധരുടെയും ഗണത്തില് സിസ്റ്റർ മേരി ലിറ്റി ദൈവത്തെ സ്തുതിക്കാനായിട്ട് ഇടവരട്ടെ. അങ്ങനെ ഈ ധന്യ ജീവിതം നമുക്കും ലോകം മുഴുവനും എന്നും പ്രചോദനമാകട്ടെ. നമ്മുടെ മനസ്സിൽ എന്നും ഈ സന്ദേശം നിലനിൽക്കട്ടെ. Her life is a modern edition of contemporary spirituality. കാലികമായ ആധ്യാത്മികതയുടെ ആധുനിക പതിപ്പ് നമുക്കും അനുകരിക്കാൻ ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരോടും ഈശോ മിശിഹായ്ക്കും ഇപ്പോഴും എപ്പോഴും നമുക്കെല്ലാവർക്കും അനുതാപത്തോടും ഭക്തിയോടും കൂടെ നിന്ന് കർത്താവേ ദാസിയോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് തന്നെ അനുഗമിക്കട്ടെ എന്ന് ആഹ്വാനം ചെയ്ത കർത്താവേ, അങ്ങയുടെ സ്നേഹമസൃണമായ വിളി ശ്രവിച്ച് സന്യാസ ജീവിതത്തിലൂടെ അങ്ങേ അനുഗമിച്ച ഈ ദാസിയെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സ്വർഗപിതാവിനെ നിരന്തരം മഹത്വപ്പെടുത്തിയ മിശിഹായി, ബ്രഹ്മചര്യവും ദാരിദ്ര്യവും അനുസരണവും വഴി സ്വർഗപിതാവിനെ മഹത്വപ്പെടുത്തിയ ഈ ദാസിക്ക് നിത്യഭാഗ്യം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്നോടുകൂടി ആയിരിക്കുവാനും നിന്റെ വചനങ്ങൾ പ്രഘോഷിക്കുവാനും നിനക്ക് സ്തുതിയുടെ ബലികൾ അർപ്പിക്കുവാനും വിളിക്കപ്പെട്ട ഈ ദാസിയെ
നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരുക്കത്തോടുകൂടി വിശുദ്ധ കൂദാശകൾ സ്വീകരിച്ചും തീഷ്ണതയോടുകൂടി അവിടുത്തെ വചനങ്ങൾ പങ്കുവച്ചും ഉത്സാഹത്തോടുകൂടി അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചും അങ്ങേ അനുഗമിച്ച ഈ ദാസിക്ക് നിത്യവിശ്രമം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവിക രഹസ്യങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് രക്ഷാകർമ്മത്തിൽ പങ്കുചേർന്ന കന്യകാമറിയത്തെ പോലെ രാപകൽ ദൈവപ്രമാണങ്ങൾ ധ്യാനിച്ച് സുഗതധന്യായി ജീവിക്കാൻ വിളിക്കപ്പെട്ട ഈ ദാസിക്ക് നിത്യാനന്ദം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ പാദാത്യങ്കത്തിലിരുന്ന് തിരുവചനങ്ങൾ ശ്രവിച്ച മറിയത്തെ പോലെയും നിനക്ക് ശുശ്രൂഷകൾ ചെയ്ത മർത്തായെ പോലെയും പ്രാർത്ഥനയും പ്രവർത്തനവും വഴി ഈ ലോകത്തിൽ അങ്ങേ അനുഗമിച്ച ഈ ദാസിയെ സ്വർഗീയ മണവറയിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അല്പകാര്യങ്ങളിൽ വിശ്വസ്തരായവരെ അധിക കാര്യങ്ങൾ നിയമിച്ചാക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, തനിക്ക് ഏൽപ്പിക്കപ്പെട്ടിരുന്ന ദൗത്യങ്ങൾ വിശ്വസ്തതാപൂർവം നിർവഹിച്ച് അങ്ങേക്ക് ശുശ്രൂഷ ചെയ്ത ഈ ദാസിക്ക് നിത്യഭാഗ്യം കൽപ്പിച്ചെല്ലണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകസുഖങ്ങളുടെ വിസ്തൃത മാർഗം തേടാതെ അങ്ങയുടെ ദിവ്യകൽപ്പനകളുടെ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിച്ച് നിത്യാനന്ദത്തിന്റെ തുറമുഖത്തെത്തിയ ഈ ദാസിയെ നിത്യജീവിതത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൽപ്പനകൾ വിശ്വസ്തതാപൂർവം പഠിച്ചും പാലിച്ചും തീക്ഷ്ണതയോടെ പഠിപ്പിച്ചും ചിതലും പുഴുവും നശിപ്പിക്കാത്ത സ്വർഗരാജ്യത്തിൽ നിക്ഷേപം കരുതി വെച്ച ഈ ദാസിയെ നിത്യഭാഗ്യത്തിൽ ചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെ ആശ്വസിപ്പിച്ചും പരദേശികളെ സ്വീകരിച്ചും ദരിദ്രരെ സഹായിച്ചും ഈ ലോകത്തിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ച വിളിക്കപ്പെട്ട ഈ ദാസിക്ക് നിത്യകിരീടം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ ദീപവും ഭൂമിയുടെ ഉപ്പുമാകുവാനുള്ള അങ്ങയുടെ ആഹ്വാനം ശിരസാ വഹിച്ച് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും മാതൃക നൽകിയ അങ്ങയുടെ ഈ ദാസിയെ നിത്യജീവിതത്തിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിമതികളായ കന്യകമാരെ പോലെ ഉണർവിന്റെയും വിശുദ്ധിയുടെയും എണ്ണയിൽ സ്വയം പ്രകാശിപ്പിച്ച് അങ്ങേ കാത്തിരുന്ന ഈ ദാസിയെ സ്വർഗീയ മണവറയിലേക്ക് ആനയിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവാരാധനയിലൂടെ അങ്ങേ സ്തുതിക്കുകയും നിത്യജീവന്റെ അച്ചാരമായ വിശുദ്ധ രഹസ്യങ്ങൾ സ്വീകരിച്ച് അങ്ങിൽ ഒന്നു ചേരുകയും ചെയ്ത അങ്ങയുടെ ദാസിയെ നവ്യലോകത്തിൽ സ്വർഗീയ ഗണങ്ങളോടുകൂടെ ചേർന്ന് അങ്ങേ നിത്യം സ്തുതിച്ചാരാധിക്കുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി എന്ന് പറഞ്ഞ വിശുദ്ധ പൗലോസ്ലീഹായെ പോലെ സുവിശേഷ ഭാഗ്യങ്ങൾക്ക് അനുസൃതം ജീവിച്ചുകൊണ്ട് അങ്ങേ അനുഗമിച്ച ഈ ദാസിക്ക് നിത്യകിരീടം നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത കർത്തവ്യ നിർവഹണത്തിനിടയിൽ വന്നുപോയ കുറവുകളെല്ലാം പരിഹരിച്ച് ഈ ദാസിയെ സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും മാലാഖയെ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കാരുണ്യവാനും മനുഷ്യവർഗത്തിന്റെ പ്രതീക്ഷയുമായ മിശിഹായെ, നിന്റെ അലംഘ്യമായ കൽപ്പനയനുസരിച്ച് ഈ ലോകത്തിൽ നിന്നും വേർപിരിഞ്ഞു പോയിരിക്കുന്ന ഞങ്ങളുടെ ഈ സഹോദരിയെ അനുഗ്രഹിക്കണമേ. വിചാരത്താലും വചനത്താലും പ്രവൃത്തിയാലും ഇവർ ചെയ്തു പോയ പാപങ്ങളെല്ലാം പുറത്ത് വിശുദ്ധരുടെ സമൂഹത്തിലേക്ക് ഇവരെ പ്രവേശിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. കർത്താവെ ആശീർവദിക്കണമേ. സഹോദരൻ നിങ്ങൾക്ക് ഇതിനായി തലകുനിക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സാർവത്രികവും ശ്ലൈഹികവുമായ സഭയുടെ മേൽ അങ്ങയുടെ കരുണ നിറഞ്ഞ വലം കൈ നീട്ടണമേ.
ദൃശ്യവും അദൃശ്യവുമായ സകല വിപത്തിൽ നിന്നെ സംരക്ഷിക്കണമേ. ഭക്തിയോടും വിശുദ്ധിയോടും ശ്രദ്ധയോടും കൂടി അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ദയാപൂർവം യോഗ്യരാക്കണമേ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും വന്നു ചേർന്ന് അങ്ങയെ ഞങ്ങളുമായി രമിതപ്പെടുത്തുന്ന നീതിയുടെ പ്രവർത്തികളാൽ ജീവിതകാലം മുഴുവനും അങ്ങയെ യഥോചിതം പ്രീതിപ്പെടുത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും മാമോദിസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രിതരാകുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. അങ്ങയുടെ പ്രീതിക്ക് പാത്രീഭൂതനായവൻ ഭാഗ്യവാൻ. പ്രതിഫലമേകിടാൻ നീതിവിധിക്കായി നീ ആഗതനാകുമ്പോൾ നന്മകളൊപ്പം തിന്മകളും നോക്കി വിധിക്കും വേളയതിൽ നിനഗാത്രങ്ങൾ കൈക്കൊള്ളും ഞങ്ങൾ നിൻ കൃപ കാണട്ടെ. നാഥാനീ നിത്യം വിധിയാളൻ. പ്രതിഫലമേകിടാൻ നീതിവിധിക്കായി നീ ആഗതനാകുമ്പോൾ നന്മകളൊപ്പം തിന്മകളും നോക്കി വിധിക്കും വേളയതിൽ നിനഗാത്രങ്ങൾ കൈക്കൊള്ളും ഞങ്ങൾ നിൻ കൃപ കാണട്ടെ. നാഥാനീ നിത്യം വിധിയാളൻ. ആത്മജനം ദിവ്യ റൂഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മറിയൗസേപ്പിനെയും സാദരമൂർത്തിയിടാം. പാവനം ഈ ബലിയിൽ പാടിയിടട്ടെ. ആമേൻ ആമേൻ. മതോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിൽ ഓർത്തിടാം. Yakobi
തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും. നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മോദാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്കുമുള്ള അതിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തിരഞ്ഞെടുപ്പെട്ടു മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്ന് പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏകപരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിനുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. പാത്രിയാർക്കീസന്മാരും മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കനികകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്ത് വിട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. എല്ലാ പ്രവാചകന്മാരെയും സ്ത്രീഹന്മാരെയും രക്തസാക്ഷികളെയും വന്ദകരെയും ഓർമ്മിക്കുവിൻ. മരിച്ചവരുടെ ഉയർപ്പിൽ അവരെയും ഒഴിച്ചുപിടിക്കുന്ന ദൈവം അവരോടുകൂടെ നമുക്ക് പ്രത്യാശയും പങ്കാളിത്തവും ജീവനും സ്വർഗാവകാശവും നൽകട്ടെ. ഈ കുർബാന സമൃദ്ധിയോടെ സ്വീകരിക്കപ്പെടുകയും ദൈവത്തിന്റെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. മിശിഹായുടെ കൃപയാൽ ഈ പേര് നമുക്ക് സഹായത്തിന്റെ രക്ഷയ്ക്കും സ്വർഗാന്റെ ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ അങ്ങ് കാരുണ്യരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ഈ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. മരണം മൂലം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടുപോയ പാത്രിയാർക്കീസ്മാർ,
മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും സഭാ സമൂഹത്തിലെ മറ്റ് ജീവിതാന്തസ്സുകളിൽപ്പെട്ട പരേതർക്കും പ്രത്യേകിച്ച് മദർ ലിറ്റിക്കും വേണ്ടി ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ എന്നേക്കും ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭയഭക്തിജനകമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്റെ മാധ്യസ്ഥം വഴി സമാധാനം സമൃദ്ധമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. പിതാവാബ്രാഹം ഇസ്ഹാക്ക് യാക്കോബിന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ. അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണത് യുക്തവുമാണ്, ന്യായവുമാണത് യുക്തവുമാണ്. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ കവയന്മാരോടും സാഫ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ. മണ്ണും മിണ്ണും നിറയുന്നു മന്നവനവരുടെ മഹിമകളാൽ. ഉന്നത വീതിയിലോശാന ദാവീദിൻ സുതനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുമോനും ധന്യൻ. ഉന്നത വീതിയിലോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയിൽ നല്ല പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാവുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടി പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്നും ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു.
താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നമ്രമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകൃതമായ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. അത്യുന്നതങ്ങളിലേക്ക് കണ്ണുകൾ ഉയർത്തുവിൻ, ഹൃദയജ്ഞാനത്തോടെ വീക്ഷിക്കുവിൻ. നിങ്ങൾ പ്രാർത്ഥിക്കുകയും ഇപ്പോൾ അനുഷ്ഠിക്കപ്പെടുന്നവയെ കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യുവിൻ. മിശിഹായുടെ മഹനീയമായ സിംഹാസനത്തിന് മുൻപിൽ ശ്രാപകന്മാർ ഭയത്തോടെ നിൽക്കുന്നു. അവരെല്ലാവരും പ്രാർത്ഥിക്കുന്ന ജനത്തോടും ലോകം മുഴുവനും വേണ്ടി അനുഗ്രഹം യാചിക്കുന്ന പുരോഹിത ശ്രേഷ്ഠനോടും ചേർന്ന് സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന ശരീരത്തെയും കലർത്തപ്പെട്ടിരിക്കുന്ന കാസയെയും ഉയർന്ന സ്വരത്തിൽ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കു വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപദക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകന്മാരുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതികരമായ ദപനം വർഷിച്ചത് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്കു വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്കും വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവം കാത്തിരിക്കുന്ന ഈ ജനത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരരെ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗ്ഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു.
ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതാവായ കന്യകാമറിയത്തിന്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി കണ്ടെത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവന സ്മരണ അങ്ങയുടെ വർണ്ണനീയവും സമർത്ഥവുമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹ വന്ന് ജീവദായകമായ സുവിശേഷം വഴി പ്രവാചകന്മാർ, സ്ലിഹന്മാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, വേദപാരംഗതർ, മെത്രാന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യകമായ നൈർമല്യത്തിന്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിക്കുന്ന എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പിടൊരു പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാപകവുമായ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങയെ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. അതിപൂജിതമാം നിൻ തിരുനാമത്തിനിതാ സ്തുതിയും ബഹുമതിയും സ്തോത്രം കീർത്തനവും നാഥ ഞങ്ങൾ അടയ്ക്കുന്നു ഇപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ശരീരങ്ങളെയും അങ്ങ് സ്വന്തപൂരിതമാക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്രകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായി അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമൊപ്പം ഞാൻ സ്നേഹമൊണെന്നെ കൈക്കൊള്ളുമോ എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമായി. നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ. തിരുസന്നിധിയിൽ പാപികളെ വരെയും മാടി വിളിച്ചവനാ അനുതാപികളാമേവർക്കും വാതിൽ തുറന്നു കൊടുത്തവനാ കരുണാമയനാം കർത്താവേ
കർത്താവേ നിൻ സവിധേ വന്ദനവരദം നിൻ സ്തുതികൾ ഞങ്ങൾ പാടട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരങ്ങളോടെ സമീപിക്കാം. പൂർണ്ണ ഹൃദയത്തോടും വിനീത മനസ്സോടും കൂടെ നമുക്ക് നിത്യജീവന്റെ ദാനം സ്വീകരിക്കാം. നിഷ്കളങ്കമായ പ്രാർത്ഥനയോടും അഗാധമായ മനസ്താപത്തോടും കൂടെ സഭയുടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. അനുതാപത്തിൽ നിന്നുളവാകുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരരുടെ തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവ് ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങയെ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരുടെ മുൻപിൽ സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകരൂപം പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. വേഗമുയർത്തും മൃതരെല്ലാരും നിന്നോട് ശബ്ദം കേൾക്കും നേരം ജീവൻ നൽകിയ നാഥനു നിത്യം സ്തുതിഗീതങ്ങൾ പാടിയിടുന്നു.
വിശുദ്ധ കുർബാന സ്വീകരണത്തിനുള്ള സമയമാണ്. എല്ലാവരും അവരവരുടെ സ്ഥാനത്ത് തന്നെ നിന്നാൽ മതിയാകും. വൈദികർ എല്ലാവരുടെയും സമീപം പരിശുദ്ധ കുർബാനയുമായി എത്തുന്നതാണ്. വിശുദ്ധ കുമ്പസാരം സ്വീകരിച്ച് ഒരുങ്ങിയിട്ടുള്ള കത്തോലിക്ക വിശ്വാസികൾ ഇപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശ്വരവാറിനോടത്തേക്കാണ് നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. സ്വർഗപദത്തിൽ വാതിൽ തുറന്നു ജീവൻ നൽകി തിരുമേയും തിരുനിണവും വഴിയാൻ രക്ഷിതരാകും മൃതരെല്ലാരും.
പരിശുദ്ധാത്മാവിന്റെ കൃപാവർത്താൽ സത്യവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സത്യമായ ഞങ്ങളുടെ ജീവിതായവും ദൈവമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ കാന്യപൂർവ്വം അങ്ങ് യോഗ്യരാക്കി ഞങ്ങളോട് കാണിച്ച ഈ വലിയ കൃപയെ പ്രതി അങ്ങയുടെ മഹനീയമായ നാമത്തിന് എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും മുതിർന്നും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യവർഗത്തിന്റെ പ്രത്യാശയായ മിശിഹായെ, അമർത്യതയുടെ ഔഷധമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കുകയും ഞങ്ങളുടെ ആത്മാക്കളെ പരിപോഷിപ്പിക്കുകയും ചെയ്തു. അമൂല്യമായ ദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. സ്ഥലത്തിന്റെയും നാഥായ എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. കാഴ്ചകൾ അനവരതം കനിവോട് കൈക്കൊണ്ടരുളണമേ. ആബേലോകയും അബ്രാഹം യോഗമണച്ചൊരു ബലിയിൽ നീ കൃപയാർന്നതുപോലെ ഈ ബലിയും കൃപയുടെ തൃക്കൺ പാർക്കണമേ. ദിവ്യ സ്നേഹന്മാർ ഇവരുടെ ബലിയും വിധവയുടെ കാണിക്കയതും കൈക്കൊണ്ട നാഥാകനിയണമീ ബലിയിൽ. തിരുസന്നിധിയിൽ അണച്ചിടും ബലിയൻ കർത്താവേ, നിന്ദാസിക്കായി തിരുസന്നിധിയിൽ അണച്ചിടും ബലിയിതു തൃക്കൺ പാർക്കണമേ. മൃതരുടെ പാപം മായ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ, ചേർക്കണമേ നിന്ദാസിയെയും പരിശുദ്ധന്മാർ മരുവീടും പരമോന്നതമാം രാജ്യത്തിൽ. ദിവ്യഗണത്തോടൊത്തനിശം മഹിമയിടുന്നൊരു ത്രിത്വത്തിൻ സ്തുതിഗീതങ്ങൾ ഉയർത്തിടുവാൻ കരുണയൊടിവർ കനിയണമേ. ഇന്നീ ബലി നിൻ സന്നിധിയിൽ അർപ്പിച്ചവരാം അഖിലർക്കും കരുണയുടെ ഗണമഖിലേശ ദിവ്യാനുഗ്രഹമെന്നെന്നും.
വ്രതസംസ്കാര ശുശ്രൂഷയുടെ അടുത്ത ഭാഗത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് ചങ്ങനാശ്ശേരി അതിരൂപത മെത്രാപ്പോലീത്ത അഭിവന്യ മാർ ജോസഫ് പെരുന്തോട്ടം പിതാവാണ്. അഭിവന്യ പോളി കണ്ണുക്കാടൻ പിതാവും അഭിവന്യ ജോർജ് രാജേന്ദ്രൻ പിതാവും അഭിവന്യ ജോർജ് മടത്തിക്കണ്ടത്തിൽ പിതാവും അഭിവന്യ ജോർജ് വലിയമറ്റും പിതാവും സഹകാർമ്മികരായിരിക്കുന്നു. മരണമടഞ്ഞവർ തിരുവുത്ഥാനം വഴി സ്വീകരിക്കുന്ന മഹത്വത്തെ സൂചിപ്പിക്കുമാറ് അഭിവന്യ പെരുന്തോട്ടം പിതാവ് ഇപ്പോൾ മദർ ലിറ്റിയെ മുടി ധരിപ്പിക്കുന്നു. സ്നേഹമുള്ള അഭിമന്യ പിതാക്കന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വിളി സൂക്ഷ്മമായി എങ്ങനെ തിരിച്ചറിയണം എന്ന് മദർ മേരി ലിറ്റി നമുക്ക് കാണിച്ചു തന്നു. അതുപോലെ തന്നെ ആ വിളിയോടെ എങ്ങനെ പൂർണ്ണമായും വിശ്വസ്തത പാലിക്കണമെന്നും അതെങ്ങനെ ജീവിക്കണമെന്നും മദറിൻ്റെ ജീവിതം നമുക്ക് വ്യക്തമായി കാണിച്ചു തരികയുണ്ടായി. ക്രിസ്തീയ ദൈവവിളിയുടെ മർമ്മം എന്താണെന്ന്, അതിൻ്റെ അന്തസത്ത എന്താണെന്ന് തെളിയിക്കുന്ന ഒരു ജീവിത സാക്ഷ്യമായിരുന്നു മദറിൻ്റേത്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തപ്പോഴൊക്കെ എനിക്ക് തന്നെയാണ് ചെയ്തത് എന്നുള്ള നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ആ വാക്കുകൾ അന്വർത്ഥമാക്കുന്ന ഒരു വിളിയും ജീവിതവുമായിരുന്നു അത്. പരസ്പര ബന്ധങ്ങളിൽ, മനുഷ്യന്റെ പരസ്പര ബന്ധങ്ങളിൽ ഉള്ള മനോഭാവം എന്തായിരിക്കണം എന്ന് വ്യക്തമാക്കുന്നതാണിത്. പരസ്പര ബന്ധങ്ങളിലെ ക്രിസ്തീയ മുദ്രയാണ്, ക്രിസ്തീയതയുടെ മുഖമുദ്രയാണ് ഇത്തരത്തിലുള്ള മനോഭാവം. ഇത് ഈ വിളിയുടെ അന്തസത്ത ഏറ്റുവാങ്ങി സമൂഹത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സന്യാസിനി സമൂഹത്തിന് മദർ രൂപം കൊടുത്തു. ആ സന്യാസിനി സമൂഹവും അത് ഉൾക്കൊണ്ട് ജീവിച്ച് അതിന് സാക്ഷ്യം നൽകുന്നു. തീർച്ചയായിട്ടും മദറിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഈ ദൈവഹിതം ഈ സന്യാസിനി സമൂഹത്തിലൂടെ, ദൈവപരിപാലനയുടെ എളിയ ദാസികൾ എന്നുള്ള ഈ സന്യാസിനി സമൂഹത്തിലൂടെ തുടർന്നും ജീവിക്കും എന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാം. ഇന്നു വരെയുള്ള അവരുടെ ജീവിതം സാക്ഷ്യം അത് തെളിയിക്കുന്നതാണ്. അതിൽ ഏറെ സന്തോഷിക്കുകയും ചെയ്യുന്നു. ഈ ദൈവവിളിയുടെയും ഈ ജീവിത സാക്ഷ്യത്തിന്റെയും ഇത്തരത്തിലുള്ള മനുഷ്യ സേവനത്തിന്റെയും മഹാത്മ്യം, അതിന്റെ ശ്രേഷ്ഠത, അത് എത്രമാത്രം സമൂഹത്തിന്, സഭയ്ക്ക് സ്വീകാര്യമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇവിടെ മദറിന്റെ ഈ മതസംസ്കാര ചടങ്ങുകളിൽ സംബന്ധിക്കുന്ന ദൈവജനത്തിന്റെയും ധാരാളമായ വൈദികരുടെയും സന്യസ്തരുടെയും അഭിമന്യ പിതാക്കന്മാരുടെയും ഒക്കെ സാന്നിധ്യം. അതുപോലെ തന്നെ ജീവിത സായാഹ്നത്തെ എങ്ങനെ നേരിടണമെന്ന് മദറെ കാണിച്ചു തന്നു. വേദനയുടെ, ക്ലേശങ്ങളുടെ, രോഗത്തിന്റെ ഒക്കെ ആ വേദനകളെ, ബലഹീനതകളെ എങ്ങനെ നേരിടണമെന്ന് മദർ കാണിച്ചു തന്നു. രോഗം മൂർച്ഛിച്ച ശയ്യാവലംബിനിയായി കഴിഞ്ഞിരുന്ന കാലഘട്ടത്തില് ഏറെ വേദന സഹിച്ചു. എങ്കിലും ആ വേദനയുടെ ഭാവങ്ങളൊന്നും മുഖത്ത് പ്രതിഫലിച്ചിരുന്നില്ല. അത്
എങ്ങനെ വേദനകളെ സഹിക്കണം. കർത്താവ് സഹിച്ചതുപോലെ ആ വേദനയെ ഏറ്റെടുത്തു. അങ്ങനെ എങ്ങനെ മരിക്കണം എന്നും മദറെ നമുക്ക് കാണിച്ചു തന്നു. ശാന്തമായ മരണം. ഇപ്രകാരം ജീവിതം മുഴുവൻ ഒരു നല്ല വിശ്വാസ സാക്ഷ്യമാക്കി മദറെ വിടവാങ്ങിയിരിക്കുകയാണ്. ഇതൊരു ജൈത്രയാത്രയാണ്. ജീവിതം വിജയിപ്പിച്ചു. കർത്താവിന് പ്രീതികരമായ ജീവിതം നയിച്ചു. അങ്ങനെ സ്വർഗത്തിലേക്കുള്ള ഒരു ജൈത്രയാത്ര. ഈ യാത്രയിൽ നമുക്ക് മദറിന് ഭാവുകങ്ങൾ നേരാം. നല്ല ഒരു ജീവിതസാക്ഷി നൽകി നമ്മൾ വേർപിരിയുന്ന മദർ മരണാനന്തരം തീർച്ചയായിട്ടും നമ്മോട് കൂടുതൽ അടുത്ത് ആയിരിക്കുകയാണ്. ദൈവസന്നിധിയിലായിരുന്നു കൊണ്ട് ഈ സമൂഹത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, കർത്താവിന്റെ എളിയവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുകയും ആശ്വാസം പകരുകയും ചെയ്യുവാൻ മദർ മേരിലിറ്റയ്ക്ക് സാധിക്കും. നമുക്ക് പ്രത്യാശയോടുകൂടെ, നന്ദിയോടുകൂടെ, പ്രാർത്ഥനാപൂർവം മദറിനെ യാത്രയാക്കാം. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുടർന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു. ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുള്ള ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതിയെനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം മുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. ശാശ്വത ഭാഗ്യം നരനരുളീട കഴിവില്ലാത്തോ എൻ പാർപ്പിടമേ. പ്രഭയുടെ നാട്ടിൽ നിത്യവിരുന്നിൻ അണയട്ടെ ഞാൻ അന്തിമയാത്ര. സഹജന്മാരെ സ്നേഹിതഗണമേ, യാത്രയിതാ ഞാൻ ചോദിക്കുന്നു. നിങ്ങളെനിക്കായി ചെയ്തതിനെല്ലാം മിശിഹാനാഥൻ പ്രതിഫലമേകും. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. പ്രാർത്ഥിപ്പതിനാ പരിപാവനമാ ദൈവിക ഭവനം
സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമലിവോ ഓർക്കണമെന്നേ. പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ പുറരാമകിലർക്കും ജീവനമതുപോൽ ശരണവുമരുളീല. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃദയാൽ തന്നെ മൃദയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്റെ നമിക്കുന്നേ. ഞാൻ പുലിയുരങ്ങി മിശിഹാനാഥൻ സത്വമുയർത്തുമ്പോൾ കല്ലറ വിളരും അവനോട് നെടുവേൽക്കും. അവന്റെ നാമം എന്നും ധന്യമാകുന്നു. മൃതിയെ മുറപ്പോ നാഥനയക്കുന്നു. ദുഷ്ടനു വിളയിൽ ശിഷ്ടനും ഒരുപോലെ. ദൈവത്തിനാർദ്ദിക്കും അഭയം കുരിശിൽ കണ്ടവനവസാനം വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി നിന്നെ നമിക്കാൻ നൽകണമുദ്ധാനം. നീതിമാന്മാരുടെ അന്ധകാരത്തിൽ പ്രകാശം ഉദിച്ചു. മേഘത്തേരിൽ നാഥനിരുന്നള്ളും ഉദരവിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു. കനകപ്രഭയിൽ കവറിടമൊഴി ചിഹ്നം അതിലുള്ളവരോ നാഥനുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുതകിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു. മരണവും കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. സത്യവിശ്വാസത്തോടുകൂടി ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ ഈ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗരാജ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കന്യകാമറിയത്തിന്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഈ ആളെയും തന്റെ വലത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കരുണാപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉത്ഥാനം പ്രതീക്ഷിക്കണേ. നമ്മൾ മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. തുടർന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാവുന്നു. ഞങ്ങളുടെ മരണത്തിന്റെയും ജീവന്റെയും നാഥനായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിലേക്കും. മദർ മേരി ലിറ്റി ദൈവഭവനത്തോടും ദൈവജനത്തോടും യാത്ര പറയുന്നതിന് തൊട്ടു മുമ്പ് ഈ സമയത്ത് ദൈവപരിപാലനയുടെ ചെറിയ ദാസികളുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ മേരി ജിൻസി ഈ ശുശ്രൂഷയോട് സഹകരിക്കുന്ന എല്ലാവർക്കും ഹ്രസ്വമായ വാക്കുകളിൽ കൃതജ്ഞത അർപ്പിക്കുന്നു. ഈ സമയത്ത് LSDP സിസ്റ്റേഴ്സ് ശ്രദ്ധിക്കുക. നമ്മൾ പൊതുജനത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കുവാൻ
കൊടുത്ത ആ വഴിയിലൂടെ നിങ്ങളെല്ലാവരും LSDP സിസ്റ്റേഴ്സ് എല്ലാവരും ഈ ഹാളിൻ്റെ കവാടത്തിന് മുമ്പിലേക്ക് ചെല്ലണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിക്കുന്നു. പ്രദക്ഷിണത്തിന് ഒരുക്കങ്ങൾ ചെയ്യുവാൻ LSDP സമൂഹത്തിലെ എല്ലാ സിസ്റ്റേഴ്സും മൃതശരീരം എടുക്കുന്ന 10 സിസ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 5-ാം അധ്യായം 15-ാം തിരുവചനം. നീതിമാന്മാർ എന്നേക്കും ജീവിക്കും, മഹത്തരവും സുന്ദരവുമായ കിരീടം അവർക്ക് കർത്താവിൽ നിന്ന് ലഭിക്കും. അഭിവന്യ പിതാക്കന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, ഞങ്ങളെ ദൈവപരിപാലനയുടെ ചെറിയ ദാസികളാക്കുവാൻ വിളിക്കുള്ളിലെ വിളി നൽകി മദറിനെ ഒരുക്കിയ നല്ല ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. LSDP സന്യാസ സമൂഹമാകുന്ന കൊച്ചു ചെടിക്ക് വളരാൻ വേണ്ട വെള്ളവും വളവും നൽകിയ അഭിവന്യ പടിയറ പിതാവിനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട മദർ രോഗശയ്യയിലായിരുന്നപ്പോൾ മദറിനെ സന്ദർശിക്കുകയും മദറിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് നിരന്തരം ചോദിച്ചറിയുകയും ചെയ്തിരുന്ന സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവിനും സീറോ മലങ്കര സഭ മേജർ ആർച്ച് ബിഷപ്പ് ബസേലിയസ് മാർ ക്ലീമീസ് പിതാവിനും ഏറ്റവും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. തിരക്കുകൾക്കിടയിലും ഞങ്ങളോടുള്ള പ്രത്യേക സ്നേഹവും വാത്സല്യവും മൂലം അഭിവന്യ ക്ലീമീസ് പിതാവ് പുഷ്പഗിരി മോർച്ചറിയിൽ വന്ന് മദറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. പൈതൃകമായ സ്നേഹത്തോടും കരുതലോടും കൂടി ഞങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ഞങ്ങളെ സഹായിക്കുന്നവരാണ് ഞങ്ങളുടെ പെരുന്തോട്ടം പിതാവും പകുത്തിൽ പിതാവും. മദറിന്റെ രോഗാവസ്ഥയിൽ ഹോസ്പിറ്റലിലും പിന്നീട് മഠത്തിലും വന്ന് മദറിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇന്നീ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ചെയ്യുന്ന ചങ്ങനാശ്ശേരി അതിരൂപതാധ്യക്ഷൻ അഭിവന്യ ജോസഫ് പെരുന്തോട്ടം പിതാവിനും പകുത്തിൽ പിതാവിനും LSDP സന്യാസ സമൂഹത്തിന്റെ നാമത്തിൽ നന്ദി അർപ്പിക്കുന്നു. റോമിൽ നിന്നും തന്റെ എല്ലാ പ്രോഗ്രാമുകളും മാറ്റിവെച്ച് മദറിനോടും ഞങ്ങളുടെ സന്യാസ സമൂഹത്തോടുമുള്ള സ്നേഹം മൂലം ഇവിടെ എത്തി ഇന്നത്തെ വിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിവന്യ മാർ ജോർജ് മടത്തിൽ കണ്ടത്തിൽ പിതാവിനും ഞങ്ങൾക്ക് ആശ്വാസവും സാന്ത്വനവും പകർന്നു തന്ന സന്ദേശം നൽകിയ അഭിവന്യ പോളി കണ്ണുക്കാടൻ പിതാവിനും അഭിവന്യരായ ജോർജ് വലിയമറ്റം പിതാവിനും ജോർജ് രാജേന്ദ്രൻ പിതാവിനും ഏറ്റവും സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു. ഒപ്പം ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികരായിരുന്ന പെരിയ ബഹുമാനപ്പെട്ട ജെയിംസ് പാലക്കലച്ചനും പെരിയ ബഹുമാനപ്പെട്ട ജോർജ് ഒലിയപ്പുറം അച്ഛനും ബഹുമാനപ്പെട്ട ജോർജ് പഴയപുരി അച്ഛനും സ്നേഹപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. മദറിന്റെ രോഗാവസ്ഥയിൽ പ്രാർത്ഥിച്ച് സഹായിച്ച കുന്നന്താനം ഇടവക വികാരി തോമസ് തുമ്പയിൽ അച്ഛനും മരണസമയത്ത് മദറിനെ പ്രാർത്ഥിച്ച് ശക്തിപ്പെടുത്തിയ ദൈവപരിപാലന ഭവനത്തിന്റെ ചാപ്പിളിൻ ബഹുമാനപ്പെട്ട തോമസ് മറ്റപ്പള്ളി അച്ഛനും ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഏറ്റവും ഭക്തിസാന്ദ്രമാക്കുവാൻ ഞങ്ങളോടൊപ്പം നിന്ന് ഏറെ അധ്വാനിച്ച വികാരി ജനറൽ അച്ഛന്മാർക്കും പ്രൊക്രേറ്റർ അച്ഛനും ചാൻസലർ അച്ഛനും സാന്നിധ്യവും പ്രാർത്ഥനയും വഴി ഞങ്ങൾക്ക് ശക്തി പകർന്ന എല്ലാ ബഹുമാനപ്പെട്ട വൈദികർക്കും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ ഏറെ സഹായിച്ച ജോബി മൂലയിൽ അച്ഛനും ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. മദറിന്റെ വിയോഗത്തിൽ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു തരികയും ചെയ്ത വിവിധ സന്യാസ സമൂഹങ്ങളിൽ നിന്നുള്ള എല്ലാ അധികാരികൾക്കും സിസ്റ്റേഴ്സിനും ഈ സന്യാസ സമൂഹത്തിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. രോഗാവസ്ഥയിൽ മദറിനെ സന്ദർശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തവർ നിരവധിയാണ്. അവരെ എല്ലാവരെയും ഇപ്പോൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. മദറിന്റെ രോഗാവസ്ഥയിൽ തികച്ചും സൗജന്യമായി ഒപ്പം ഏറെ ശ്രദ്ധയോടും കരുതലോടും കൂടെ ശുശ്രൂഷിച്ച ചെത്തിപ്പുഴ സെന്റ് തോമസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട തോമസ് മംഗലത്തിലച്ഛനും എല്ലാ ഡോക്ടേഴ്സിനും പ്രത്യേകമായി ഡോക്ടർ ജോർജ് മാത്യുവിനും നഴ്സുമാർക്കും മറ്റു ജീവനക്കാർക്കും അതോടൊപ്പം മോർച്ചറി സൗകര്യം സൗജന്യമായി നൽകിയ
തിരുവല്ല പുഷ്പഗിരി ഹോസ്പിറ്റൽ ഡയറക്ടർ ബഹുമാനപ്പെട്ട പുനക്കള അച്ഛനും ഹോസ്പിറ്റൽ മാനേജ്മെന്റിനും LSDP സന്യാസ സമൂഹത്തിനുള്ള നന്ദി അറിയിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കട്ടെ. മദറിന്റെ സർജറിക്ക് ശേഷം മദറിനെ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി ചികിത്സിച്ച ഡോക്ടർ ബിന്ദു ജോണിനും ഹൃദയപൂർവ്വം നന്ദി അർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട മദറിന്റെ ദേഹവിയോഗം അറിഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തിമോപചാരം അർപ്പിക്കുവാൻ ഇവിടെ എത്തിയ എല്ലാ സാമൂഹിക പ്രവർത്തകർക്കും രാഷ്ട്രീയ അധികാരികൾക്കും ഇന്നത്തെ തിരുക്രമങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി മാത്രം എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഡൽഹിയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്ന ചീഫ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് സാറിനും ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർക്കും ഗ്രാമപഞ്ചായത്ത് അധികൃതർക്കും കൃത്യമായി നന്ദി അർപ്പിക്കുന്നു. കുന്നന്താനം ഇടവകയിൽ ബഹുമാനപ്പെട്ട പാറക്കുഴി അച്ഛൻ വികാരിയായിരുന്ന കാലത്താണ് LSDP മുളച്ചു പൊങ്ങിയത്. അച്ഛനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ആദ്യകാലം മുതൽ മദറിന് ഏറെ സ്നേഹവും പിന്തുണയും നൽകി ദൈവപരിപാലനയുടെ സ്രോതസ്സുകളായി വർത്തിച്ച കുന്നന്താനം ഇടവക അംഗങ്ങൾക്കും നല്ലവരായ നാട്ടുകാർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിനും നിസ്വാർത്ഥമായ സേവനം കാഴ്ചവെച്ച എല്ലാ വോളണ്ടിയേഴ്സിനും ജീസസ് യൂത്ത് അംഗങ്ങൾക്കും പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. വിളിക്കുള്ളിലെ വിളി സ്വീകരിക്കുവാൻ മദറിനെ ഒരുക്കിയ ഓലിയപ്പുറം കുടുംബത്തിനും പ്രത്യേകിച്ച് ഇന്നിവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങൾക്കും മദറിന്റെ വിളിയെ പോഷിപ്പിച്ച MST സന്യാസ സമൂഹത്തിനും മുക്കൂർ സെന്റ് ജോസഫ് കോൺവെന്റിനും ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി അറിയിക്കട്ടെ. മദർ നമ്മിൽ നിന്നും മരണം മൂലം വേർപിരിഞ്ഞെങ്കിലും നിങ്ങൾ ഓരോരുത്തരും മദറിനോടും ഈ സന്യാസ സമൂഹത്തോടും കാണിച്ച സ്നേഹത്തിനും പ്രാർത്ഥനയ്ക്കും സഹായങ്ങൾക്കും പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. ഞാൻ സ്വർഗത്തിൽ നിന്ന് റോസാപ്പൂക്കൾ വർഷിക്കും എന്ന് പറഞ്ഞ കൊച്ചുത്രേസ്യ പുണ്യവതിയുടെ നാമധാരിയായ ബഹുമാനപ്പെട്ട മദർ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇനിയും പ്രാർത്ഥിക്കട്ടെ, അനുഗ്രഹത്തിന്റെ റോസാപ്പൂക്കൾ വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾ ഇത്ര മനോഹരമായി നടക്കുവാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ഏറെയാണ്. ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുക എന്നത് ഈ സമയം സാധ്യമല്ലാത്തതിനാൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ഇനി പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മളെല്ലാവരും സമ്പൂർണ്ണ മനസ്സോടെ പാലിക്കണമെന്ന് വളരെ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമ്മൾ നഗരികാണിക്കൽ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയത്ത് LSDP സിസ്റ്റേഴ്സ് പരിശുദ്ധ സ്ലീവ ഏറ്റവും മുന്നിൽ ധൂപക്കറ്റിയും തിരികളുമായിട്ട് സിസ്റ്റേഴ്സ് തന്നെയാണ് അത് വഹിക്കുന്നത്. അതിന് പിന്നിൽ സ്വർണ്ണക്കുരിശും 10 മുത്തുക്കടകളും തിരിക്കാലുകളും അത് വഹിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവരത് വഹിക്കുക. അതിന് പിന്നിൽ ഈ 10 പേർക്ക് പിന്നിൽ ഏറ്റവും അധികം പ്രദക്ഷിണത്തിന് മുമ്പിൽ പോകുന്നത് LSDP സന്യാസ സമൂഹമാണ്. അതുകൊണ്ട് പ്രദക്ഷിണത്തിന്റെ ഏറ്റവും മുൻനിരയിലേക്ക് ആ സിസ്റ്റേഴ്സിന് ഇടം കൊടുക്കുവാൻ എല്ലാവരും ശ്രദ്ധിക്കുക. സിസ്റ്റേഴ്സ് ഇപ്പോൾ തന്നെ അതിന് തയ്യാറാവുക. മൃതശരീരം വഹിക്കാനുള്ള 10 സിസ്റ്റേഴ്സ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പ്രദക്ഷിണത്തിനായിട്ട് ഇപ്പോൾ മുൻനിരയിലേക്ക് പോകുവാൻ ശ്രദ്ധിക്കുക. സിസ്റ്റേഴ്സിന് പിന്നാലെ നഗരി കാണിക്കലിൽ ദൈവജനത്തിന് പങ്കെടുക്കാവുന്നതാണ്. സാധിക്കുന്നിടത്തോളം പേര് പങ്കെടുക്കുക. CCTVക്ക് മുമ്പിൽ നിലയുറപ്പിക്കുന്നവർക്ക്, നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ തന്നെ നിൽക്കാവുന്നതാണ്. നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യം സിമിത്തേരിയിലാണ്. സിമിത്തേരിയിൽ 100 പേരിൽ കൂടുതൽ അധികം പേർക്ക് പ്രവേശിക്കുവാൻ യാതൊരു നിർവാഹവുമില്ല. അപ്രകാരമാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ നിർദ്ദേശങ്ങൾ എല്ലാവരും വോളണ്ടിയേഴ്സിന്റെയും പോലീസ് അധികാരികളുടെയും എല്ലാ നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണം. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ആദ്യമേ ചെന്ന സിമിത്തേരിയിൽ പ്രവേശിക്കും. അതിനുശേഷം സിമിത്തേരിയുടെ കവാടം അടയ്ക്കും. മദറിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ 50 പേർക്ക് നമ്മൾ ബാഡ്ജ് കൊടുത്തിട്ടുണ്ട്. അവർ മാത്രം ഏറ്റവും അവസാനം വരുന്ന ബഹുമാനപ്പെട്ട വൈദികരോട് ചേർന്ന് അവരും സിമിത്തേരിക്കുള്ളിൽ പ്രവേശിക്കുന്നു. ആദ്യം കടക്കുന്ന സിസ്റ്റേഴ്സിന് ശേഷം നമ്മൾ ആരും സിമിത്തേരിക്കുള്ളിൽ പ്രവേശിക്കുന്നില്ല എന്ന കാര്യം നിർബന്ധമായിട്ട് പാലിക്കുക. വളരെ ബഹുമാന്യരായ ജസ്റ്റിസ് കുര്യൻ ജോസഫിനെ പോലെയുള്ള സിബി മാത്യുവിനെ പോലെയുള്ള വിശിഷ്ടാതിഥികൾ മാത്രമേ നമ്മൾ പ്രവേശിപ്പിക്കുകയുള്ളൂ.
ഏറ്റവും വിശിഷ്ടാർത്ഥികൾ 4-5 പേര് മാത്രം. ബാക്കിയുള്ളവരെല്ലാം നിങ്ങൾക്ക് പ്രദക്ഷിണം നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി ഇടത്തേക്ക് നടന്ന് ഈ കുന്നന്താനം ഭവന്റെ പുറകിൽ ഭാഗത്തുള്ള ഗേറ്റുകൾ കൂടിയാണ് അകത്തേക്ക് പ്രവേശിക്കുന്നത്. ആദ്യം പോകുന്ന സിസ്റ്റേഴ്സ് സെമിത്തേരി ഭാഗത്തേക്ക് ഇറങ്ങും. ബാക്കി നമ്മളെല്ലാവരും തിരിച്ച് ഈ റൂട്ടിൽ തന്നെ നടന്നു വരികയാണ്. ഈ ഹാളിന് മുമ്പിലുള്ള CCTV മുതൽ എല്ലാ പന്തലിനുമുള്ള CCTVക്ക് മുമ്പിലാണ് നിങ്ങൾ നിലയുറപ്പിക്കേണ്ടത്. സെമിത്തേരിക്ക് പുറത്തു നിന്ന് പോലും നമുക്ക് കാണുവാൻ സ്ഥലമുള്ള സെമിത്തേരി അല്ല. അതുകൊണ്ട് അവിടെ ആരും ചുറ്റിക്കൂടി നിൽക്കേണ്ട. നമ്മൾ CCTVക്ക് മുമ്പിലേക്ക് എല്ലാവരും തിരികെ വരിക. കസേര വേണ്ടവർ അത് എടുക്കുക. മൃതശരീരം വഹിക്കുന്നത്, ഈ കവാടം തൊട്ട് വഹിക്കുന്നത് ഏറ്റവും അടുത്ത ബന്ധുക്കളാണ്. അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരും സെമിത്തേരിക്കുള്ളിൽ പ്രവേശിക്കും. ആ കൂടെ ഏറ്റവും അവസാനമായിട്ട് വൈദിക സമൂഹം, എൻ്റെ പ്രിയപ്പെട്ട വൈദിക സഹോദരന്മാർ, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി പാലിക്കപ്പെടുന്നെന്ന് ഉറപ്പാക്കുക. വൈദികർക്കായിട്ട് നമ്മൾ ഈ സെമിത്തേരിയിലേക്ക് ഇറങ്ങുന്ന 22ഓളം സ്റ്റെപ്സ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ വൈദികർ നിൽക്കുക. മറ്റാരും കടന്നു പോകാതിരിക്കുന്ന രീതിയിൽ കാർമ്മികരെ മൃതശരീരവും കാർമ്മികരും വരുമ്പോൾ നമ്മൾ കടത്തിവിടുക. അങ്ങനെയാണ്. അതുകൊണ്ട് ഏറ്റവും അവസാനം വൈദികർ, അതിന് പിന്നിൽ മൃതശരീരവും അഭിവന്യ പിതാക്കന്മാരും, ഏറ്റവും മുമ്പിൽ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ബാക്കി എല്ലാവരും നഗരി കാണിക്കൽ നമ്മൾ മുമ്പ് നിന്നിരുന്ന സ്ഥലത്തേക്കാണ് പ്രവേശിക്കുന്നത്. ഒരാളും നമ്മൾ സെമിത്തേരിയിൽ ആരൊക്കെ പ്രവേശിക്കണമെന്ന് എല്ലാവരും പ്രവേശിക്കേണ്ടവരെ എല്ലാം അറിയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ അറിയിപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ അവിടെ പ്രവേശിക്കാൻ പാടില്ല. അതുകൊണ്ട് ഈ നിർദ്ദേശത്തോടെ എല്ലാവരും സഹകരിക്കുക. നമുക്ക് സമാപന കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ദൈവജനത്തിന്, ഈ പള്ളിക്കുള്ളിലുള്ള ദൈവജനത്തിനും ബാക്കി സിസ്റ്റേഴ്സിനും എല്ലാം പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. നമ്മുടെ സമാപന യാത്രാവന്ദന ശുശ്രൂഷ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസായാൽ എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചിന്തുകയും സന്യാസവ്രതങ്ങളാൽ എന്നെ പുണ്യപൂർണതയിലേക്ക് അനയിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ദൈവപരിപാലനയുടെ ചെറിയ സന്യാസിനികളുടെ ഈ സന്യാസിനി സമൂഹത്തിന്റെ ചൈതന്യത്തിൽ ജീവിക്കുവാൻ എന്നെ സഹായിച്ച പ്രിയ സഹോദരിമാരെ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹം എന്നും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വ്രതവാഗ്ദാനം നിറവേറ്റുകയാ സുഹൃതികളൊപ്പം നാഥൻ നിന്നെ അന്തിമ ദിവസം അണിചേർക്കട്ടെ. ഉത്ഥാനത്തിൽ നവമായി ദേഹം നേടും വരെ നീ ദൈവഹിതം പോവുക നീ സത്കർമ്മങ്ങൾ കാണും നാഥൻ പ്രതിഫലമേകും വാഗ്ദാനം തിരുവചനങ്ങൾ
ആശിച്ചൊരുനിൻ അധരവുമിന്നും സ്വർഗതലത്തിൽ നാഥന് നവമാം സ്തുതി പാടട്ടെ. നാഥനെ മാത്രം ധ്യാനിച്ചൊരു നിൻ മാനസമെന്നും ദിവ്യപ്രഭയാൽ നവലോകത്തിൽ ശോഭിതമാവൂ. തിരുവചനത്തിൻ മാർഗ്ഗേ ചേരിൽ പദമോദിയ നീ നവലോകത്തിൽ നാട്ടിൽ ചേരാൻ പോവുക മാതാ. നിർമ്മല ചരിത കന്യകളൊപ്പം നാഥൻ നിന്നെ സ്വലോകത്തിൽ ആനന്ദത്തോ എതിരേൽക്കട്ടെ. ഭൂവിന്നകരേ കബരിടമാകും തുറമുഖമതിനായി ഉദ്ധാനത്തിൻ ദിനമതിരണരായി കാത്തിടുക നീ. പ്രതിസമ്മാനം നാഥനിൽ നിന്നും നേടുവതിനായി സൽക്കർമ്മന്നേ ഗുണവതീ പോവുക ചേരിൽ. കർമ്മസുഖയായി ജീവിതമഖിലം നാഥന് ബലിയായി അർപ്പിച്ചൊരു നിൻ ഉദ്ധാരത്തിൻ ഉദയം വരവാൻ. നിശിഹാദാസേ പോവുകമോവാൻ നാഥൻ നിന്നെ ധന്യകളൊപ്പം നവലോകത്തിൽ അണിചേർക്കട്ടെ. അർപ്പിതധർമ്മം സഭയിൽ സതതം പാലിച്ചവരാം ധന്യർക്കൊപ്പം നാഥൻ നിന്നിൽ പ്രഭ ചൊരിയട്ടെ. വധുവാം സഭയെ നിശിഹാനാഥൻ മുടിചൂടിക്കും നാളിൽ നീയും മഹിമോജ്വലമാ മകുളം ചൂടും. നിവാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. അവൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ.
അക്ഷയരാജ്യം നേടാനുതകും നിക്ഷേപങ്ങൾ